ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പം രണ്ടാമത്തതാണ് നമ്മളുടെ മെക്കാനിസത്തിലെ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. നമ്മളുടെ പെർസെപ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. പെർസെപ്ച്വൽ പ്രോസസ്സ് ഓർഗനൈസ് ദി ഇൻഫർമേഷൻ, ഇൻകമിങ് ഇൻഫർമേഷൻ. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ഇൻപുട്ട്, അതായത് ഇൻഫർമേഷൻ, ഒബ്ജക്ട്സ്, ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ ഈ പ്രോസസ് എന്ത് ചെയ്യുന്നതായിരിക്കും? ഓർഗനൈസ് ദി ഇൻകമിങ് ഇൻഫർമേഷൻ. ഈ ഇൻകമിങ് ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്യും. എന്തിനെ? ഇൻറ്റു എ മീനിങ് ഫുൾ വേർഡ്. അത് ഓർഗനൈസ് ചെയ്ത് മീനിങ് ഫുൾ ആക്കി മാറ്റുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ, സബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണത്, അല്ലേ? സബ്ജക്റ്റീവ് പ്രോസസ് അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അവര് മനസ്സിലേക്ക് എടുക്കുന്നത്. മനസ്സിലേക്ക് എടുക്കുന്ന കാര്യങ്ങളായിരിക്കും ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയുള്ള പ്രോസസ് ആയിരിക്കും? സബ്ജക്റ്റീവ് പ്രോസസ് ആയിരിക്കും. ദെൻ ഇറ്റ് ബിക്കംസ് കൊഗ്നിറ്റീവ് പ്രോസസ്. എന്താണ് കൊഗ്നിറ്റീവ് പ്രോസസ്? നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മളുടെ ചിന്തകളെ ഒക്കെ അനുസരിച്ച് അത് അങ്ങനെ പോകുന്നു. അപ്പൊ ഉള്ളിൽ അത് ആ പ്രോസസ് ചെയ്യുകയാണ്. അപ്പൊ ഓർഗനൈസ് ചെയ്യുന്നത് സ്റ്റിമുലി പ്രൈമർലി ബേസ്ഡ് ഓൺ ദി സം പ്രിൻസിപ്പിൾസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഇൻഫോർമേഷൻ, ഇൻപുട്സ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു സബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടെ. ദെൻ ഇറ്റ് ബിക്കംസ് കൊഗ്നിറ്റീവ് പ്രോസസ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്നത് സെർട്ടൻ പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ്. ഫസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഫിഗർ ആൻഡ് ഗ്രൗണ്ട്. എന്താണ് ഫിഗർ ആൻഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ? ഇപ്പോ നമ്മളുടെ ടെക്സ്റ്റ് പുസ്തകം വൈറ്റ് ഷീറ്റുമേ കറുപ്പ കൊണ്ട് എഴുതിയത്, ഫിഗർ എന്താണ്? ബ്ലാക്ക്, ഗ്രൗണ്ട് വൈറ്റ്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ആ ഇൻഫോർമേഷൻ നമുക്ക് വേഗം തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്കത് ആ ഇൻഫോർമേഷൻ നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ വെള്ള പേജിൽ വെള്ള കൊണ്ട് എഴുതിയാലത്തെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ പെർസെപ്ച്വൽ ഓർഗനൈസേഷന്റെ ഒരു പ്രിൻസിപ്പിളാണ് ഫിഗർ ആൻഡ് ഗ്രൗണ്ട്. രണ്ടാമത്തതാണ് പെർസെപ്ച്വൽ ഗ്രൂപ്പിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതനുസരിച്ച് നമുക്ക് ഇൻകമിങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ നമ്മൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു? അതായത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളതിനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷനെയൊക്കെ നമ്മൾ മീനിങ് ഫുൾ ആക്കിയിട്ട് മാറ്റുന്നതായിരിക്കും. അതിലെങ്ങനെയാണ് ആ ഗ്രൂപ്പ് തിരിക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? സിമിലാരിറ്റിയുടെ ബേസിൽ പറഞ്ഞല്ലോ. സിമിലാരിറ്റി നോക്കിയിട്ട് നമ്മളത് എടുക്കുന്നതാണ്. സിമിലാരിറ്റി എന്ന് പറയുന്നത് സിമിലർ ഷേപ്പ് ആയിരിക്കാം, സൈസ് ആയിരിക്കാം, കളർ ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഒരു ഒരു പ്ലാന്റിൽ നമ്മളൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോകും വിചാരിക്കുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും തൊപ്പിയും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതില് സൂപ്പർവൈസേഴ്സ് ഒരു തരം കളർ വെച്ചിട്ടുണ്ടായിരിക്കും, വർക്കേഴ്സ് വേറെ കളർ വെച്ചിട്ടുണ്ടായിരിക്കും, വിസിറ്റേഴ്സ് വേറെ കളർ വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പല പല കളറുള്ള തൊപ്പി അവർക്ക് കൊടുക്കുന്നത്? വേഗം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ. അവരൊക്കെ ഇവിടുത്തെ സൂപ്പർവൈസേഴ്സ് ആണ്, അവരൊക്കെ ഇവിടുത്തെ വർക്കേഴ്സ് ആണ്. ഈ വന്നിരിക്കുന്നത് ഇന്ന കോളേജിലെ സ്റ്റുഡൻസ് ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വന്നിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ സിമിലാരിറ്റി? അപ്പൊ നമുക്ക് നമ്മളെ വേഗം തന്നെ ഗ്രൂപ്പ് ആക്കാൻ പറ്റും. നമുക്കതനുസരിച്ച് അവിടുത്തെ കാര്യങ്ങൾ പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ കുറെ ആൾക്കാർ അവിടെ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ആ പർട്ടിക്കുലർ മെഷീൻ വളരെ ലോ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് ആരായിരിക്കും ആ സമയത്ത് ഇത് എന്താ ഇതിന് പറ്റിയേ എന്നുള്ളത് നോക്കുന്നത്? ആരായിരിക്കും? ആ മെഷീനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആളായിരിക്കും. ആ മെഷീൻ വർക്ക് ചെയ്യുന്ന ആള്, എഫിഷ്യന്റ് ആയിട്ടുള്ള ആ വ്യക്തിയായിരിക്കും വേഗം തന്നെ അതിന്റെ ഡെമോൺസ്ട്രേഷനും അതൊക്കെ അവിടെ ഏറ്റെടുക്കുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ആ സമയത്ത് നമ്മളൊക്കെ ഒന്ന് പിന്നിലേക്ക് മാറും, അദ്ദേഹമായിരിക്കും മുന്നിലേക്ക് വന്നിട്ട് വരുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ക്ലോഷർ എന്ന് പറയുന്നത് പീപ്പിൾ ഒബ്ജക്ട്സ് ഒക്കെ പെർസീവ് ചെയ്യുന്നത് ആ സാധനങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം കാണാതെയായിരിക്കും. ഇപ്പോ
നമ്മളുടെ ഒരു ബസ് നമ്മൾ നോക്കുന്നത്, ഒരു ബസ് റോട്ടിൽ കൂടെ പോകണം, നമ്മൾ നോക്കുന്നു, ആ ബസ് ഫുൾ കാണുന്നുണ്ടോ? നമ്മൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ബാക്ക് കണ്ടിട്ടുണ്ടാവില്ല, സൈഡിലത്തെ ഒരു ഭാഗം കണ്ടിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത്, അവിടെ പറയണത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ വശങ്ങളും ചിന്തിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടതെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭാഗം കാണാതെയാണ് ഇരിക്കുന്നത്. നമ്മൾ പെർസീവ് ചെയ്യുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ കാണുന്നില്ല. അടുത്ത അതിൽ വരുന്നതാണ് കണ്ടിന്യൂവിറ്റി. കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ക്ലോഷർ, ആ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ കണ്ടിന്യൂവിറ്റി നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കണ്ടിന്യൂവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എന്തെങ്കിലും നമ്മൾ പെർസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഗ്രൂപ്പിംഗിൽ വരുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത്. സിമിലാരിറ്റി, പ്രോക്സിമിറ്റി, ക്ലോഷർ, കണ്ടിന്യൂവിറ്റി. അതിൽ വരുന്നതാണ് പെർസെപ്ച്വൽ ഓർഗനൈസേഷനിൽ പിന്നെ വരുന്നതാണ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസി. കോൺസ്റ്റൻസി എന്ന് പറയുന്നത് സോഫ്റ്റിക്കേറ്റഡ് ഫോംസിനെ പറയുന്നതാണ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. ദിസ് കൺസെപ്റ്റ് ഗിവ്സ് എ പേഴ്സൺ എ സെൻസ് ഓഫ് സ്റ്റെബിലിറ്റി ഇൻ ദിസ് ചേഞ്ചിങ് വേൾഡ്. അതായത് ഈ ലോകത്തില് എന്തൊക്കെയാണ് മാറിക്കൊണ്ടേയിരിക്കുന്നത്, ആ ഒരു കൺസെപ്റ്റ് നമ്മളുടെ ഇതിലേക്ക് വരുന്നതാണ്. അപ്പൊ ചില കാര്യങ്ങൾ വളരെ കോൺസ്റ്റൻസി സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ വാരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. കോൺസ്റ്റൻസി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേൾഡ് വുഡ് ബി വെരി കയോറ്റിക് ആൻഡ് ഡിസ്ഓർഗനൈസ്ഡ് ഫോർ ദാറ്റ് ഇൻഡിവിജ്വൽ. അദ്ദേഹത്തിന് തോന്നുകയാണ് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ലോകത്തിനെ കാണുന്നത് ഒരു ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കാം. അതിൽ ഷേപ്പ് കോൺസ്റ്റൻസി ഉണ്ട്, സൈസ് കോൺസ്റ്റൻസി ഉണ്ട്, കളർ കോൺസ്റ്റൻസി ഉണ്ട്. ഷേപ്പ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത് റെറ്റിനൽ ഇമേജ്, നമുക്ക് നമ്മളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് നമുക്ക് ഒരു ഇമേജ് നമ്മളുടെ ഇതിലേക്ക് വരുന്നത്. ചില കാര്യങ്ങളിൽ നമ്മളുടെ ഇമേജ് നമ്മളുടെ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലായിരിക്കും. അതുപോലെ സൈസ് കോൺസ്റ്റൻസി എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നതിൻ്റെ ഇതനുസരിച്ച്. ഒരു ക്രിക്കറ്റ് കാണാനിരിക്കുകയാണ്, അവിടെയുള്ളവർ ഓടണ്, അത് ഫീൽഡിൽ അവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് നമ്മളിങ്ങനെ കാണുന്നത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ സൈസിനനുസരിച്ചായിരിക്കും നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത്. അതുപോലെ കളർ കോൺസ്റ്റൻസി എന്ന് പറയുന്നത് ചില കളറുകൾ പെട്ടെന്ന് നമ്മൾ കാണും, ഇപ്പൊ റെഡ് കളറ് അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പെർസെപ്ച്വൽ. അതിലെ പെർസെപ്ച്വൽ കോൺടെസ്റ്റ് ഉണ്ട്, പെർസെപ്ച്വൽ ഡിഫൻസ് ഉണ്ട്. പിന്നെ പെർസെപ്ച്വൽ കോൺടെസ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ കൾച്ചർ. അതായത് വെർബൽ ഓർഡർ, ന്യൂ പോളിസി അങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെയുള്ളവർ അതിനോട് സഹകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സജഷൻസ് എന്തൊക്കെയാണ്. പെർസെപ്ച്വൽ ഡിഫൻസ് എന്ന് പറയുന്നത് ഡിഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റിമുലി ഓർ സിറ്റുവേഷണൽ ഈവൻസ്. നമുക്ക് എന്തെങ്കിലും ത്രെട്ടനിങ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, അതാണ് പെർസെപ്ച്വൽ ഡിഫൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മെക്കാനിസത്തില് വരുന്നതാണ് ഫസ്റ്റ് ആയിട്ടുള്ള മെക്കാനിസത്തിൽ വരുന്നതാണ് പെർസെപ്ച്വൽ സെലക്ടിവിറ്റി. രണ്ടാമതായിട്ടുള്ളതാണ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. ഇനി മൂന്നാമതായിട്ടുള്ളതാണ് പെർസെപ്ച്വൽ ഇന്റർപ്രിറ്റേഷൻ. ഇന്റർപ്രിറ്റേഷൻ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തിനെ നമ്മളുടെ വിലയിരുത്തലുകൾ എങ്ങനെയാണ്, നമ്മളുടെ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷൻ നമ്മൾ ചെയ്യുമ്പോഴും അത് മീനിങ്ലെസ് ആയിരിക്കും നമ്മൾ അത് ഇന്റർപ്രറ്റ് ചെയ്തില്ലെങ്കിൽ. അതായത് നമ്മൾ എങ്ങനെയാണോ അതിനെ റിസീവ് ചെയ്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഇന്റർപ്രിറ്റേഷൻ. ഇപ്പൊ എന്തെങ്കിലും കാര്യം തന്റെ അഭിപ്രായം പറയൂ എന്നൊക്കെ നമ്മൾ പറയല്ലോ. അപ്പൊ അതനുസരിച്ചാണ് അവിടെ ഇന്റർപ്രിറ്റേഷൻ. ഈ ഇന്റർപ്രിറ്റേഷന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇന്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു കാര്യത്തിനെ പെർസീവ് ചെയ്യുന്നതും അതനുസരിച്ച് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും. അതിൽ നമ്മൾ
സെറ്റ് ചെയ്യുന്നു. കുറെ ആട്രിബ്യൂഷൻസ് ഉണ്ടായിരിക്കും. സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ടായിരിക്കും. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ കൾച്ചർ അതൊക്കെ നമ്മുടെ ഹിന്ദു ഇതനുസരിച്ച് സന്ധ്യാനേരത്ത് വിളക്ക് വെക്കണം. അത് വിളക്ക് വെച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെ നമുക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഹോളോ ഇഫക്റ്റ്, പെർസെപ്ച്വൽ കോണ്ടസ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ അതിന്റെയൊക്കെ ബേസിലായിരിക്കും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. എനിവേ പെർസെപ്ച്വൽ ഇന്റർപ്രിറ്റേഷൻ നമ്മളുടെ മെക്കാനിസത്തിനെ എഫക്ട് ചെയ്യുന്നു. പിന്നെ ചെക്കിങ്, നമ്മൾ ഡാറ്റ നമ്മൾ ഇൻഫർമേഷൻ റിസീവ് ചെയ്തു, നമ്മളത് ഇന്റർപ്രറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മളത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചിലരുണ്ടാവും പിടിവാശി, ഞാൻ പറയുന്നത് ശരി, ഞാൻ വിചാരിച്ചതാണ് ശരി. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സും ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി മിങ്കിൾ ചെയ്യും. കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി വരുമ്പോൾ നമ്മളുടെ തെറ്റും ശരിയും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ അത് സമ്മതിക്കാനും തുടങ്ങും. അപ്പൊ ഇവിടെ ചെക്കിങ് ചെയ്യുന്നു. നമ്മളുടെ ഇന്റർപ്രിറ്റേഷൻസ് റൈറ്റ് ആണോ റോങ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത് നമുക്ക് തന്നെ ഒരു പരിധി വരെ നമുക്ക് തന്നെ അത് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു ഇതുണ്ട്, ചെക്ക് ചെയ്യാനായിട്ട് വേറൊരു ഇതുണ്ട്, ഇന്റർപ്രിറ്റേഷൻ വിത്ത് അതേഴ്സ്. മറ്റുള്ളവര് എങ്ങനെയാണ് അതിനെ കാണുന്നത്, അവരുടെ കാഴ്ചപ്പാട് കൂടി മനസ്സിലാക്കുക. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ എത്രമാത്രം കറക്റ്റ് ആണ് റോങ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നമ്മളുടെ അടുത്തത് വരുന്നതാണ് റിയാക്ടിങ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദ പെർസീവർ ഷാൾ ഇന്റലിജൻസ് സം ആക്ഷൻ ഇൻ റിലേഷൻ ടു ദി പെർസെപ്ഷൻ. അതായത് ആക്ഷൻ ഫേവറബിൾ ആയിരിക്കാം, അൺഫേവറബിൾ ആയിരിക്കാം. എനിവേ അൺഫേവറബിൾ ആണ് എങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് മാറ്റാനൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. റിയാക്ടിങ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, മെക്കാനിസത്തില് വരുന്നത്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.